എഴുതി പിടിപ്പിക്കുന്നവരുണ്ടോ? എന്ത് കമന്റ് അടിക്കുന്നവരുണ്ടോ? ഷെയർ ചെയ്യുന്നവരുണ്ടോ? എഴുതുക എന്ന് പറഞ്ഞാൽ നോട്ട് പുസ്തകത്തിൽ എഴുതൽ മാത്രമല്ല, എന്റെ കൈ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എഴുതുന്ന ഏതും അതിൽ പെടും. മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നതിൽ അകപ്പെടും. ഏത് എഴുത്തുകാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഏത് എഴുത്തുകാരിന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ടോ? ഇല്ലാ സയബ്ലാ, കുറച്ച് കഴിയുമ്പോ അയാൾ ആയുസ് കഴിയുമ്പോ അയാളും മരിച്ചൊടുങ്ങും. അത് നല്ലത് എഴുതുന്നവനാണെങ്കിലും അയാളും കുറച്ച് കഴിയുമ്പോ മരിക്കും. വേണ്ടാത്തരം എഴുതി പിടിപ്പിക്കുന്നവനാണെങ്കിൽ അവനും കുറച്ച് കഴിയുമ്പോ മരിച്ചൊടുങ്ങും. നന്മകൾ എഴുതിയ എത്ര ഭാഗ്യവാന്മാര് ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, സമയം എന്റേതും നിങ്ങളുടേതും വിലപ്പെട്ടതാണ്. തിന്മകൾ ഷെയർ ചെയ്യാൻ, കമന്റ് അടിക്കാൻ, ലൈക്ക് അടിക്കാൻ നമ്മൾ പോകരുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ തിളങ്ങുന്ന മുഖമാണ് വന്യരായ ശൈഖുനാ കോടമ്പോഴ ബാവുസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ പോയി നോക്കി, ഈ ഉമ്മത്തിന് എത്ര വലിയ സേവനാ ഉസ്താദ് ചെയ്തത്. ആ കരങ്ങൾക്ക് അല്ലാഹു ഇനിയും ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. പരിശുദ്ധ ദീൻ എഴുതി പിടിപ്പിച്ച എത്ര കിതാബുകളെ കഥ പറയാനുണ്ട്. കോടമ്പഴ ഉസ്താദിന്റെ റൂമിൽ ചെന്ന് നോക്കിയാൽ അവിടെ ചുമരിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിരിക്കുകയാണ് ചുമരിൽ. എന്താണത്? കാര്യമുള്ളത് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക. സമയം വിലപ്പെട്ടതാണ്, എന്റേതും നിങ്ങളുടേതും. ഉസ്താദിന്റെ റൂമിൽ എഴുതി വെച്ചു. സമയം വിലപ്പെട്ടതാണ്, എന്റേതും നിങ്ങളുടേതും. അധികമൊന്നും പറയാനോ കഴിക്കാനോ ഒന്നും സമയമല്ല. ആ നിലക്ക് മുതലെടുപ്പ് നടത്തിയ ആളുകൾ, നന്മകൾ എഴുതി വെച്ച ആളുകൾ എത്ര ആളുകൾ കഴിഞ്ഞുപോയി, ഇന്നും ജീവിക്കുന്നവർ എത്ര ആളുകൾ. എന്നാൽ വൃത്തികേടുകൾ എഴുതി വെച്ചവരും ലോകത്ത് പലരും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. ഇസ്ലാം പറയുന്നു, ഏതെഴുത്തുകാരാണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അവധി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകും. പക്ഷേ ഇവിടെ ബാക്കിയാകുന്നത് എന്താണ്? കാലകാലം ഇവിടെ അവശേഷിക്കുന്നത് അയാളെ രണ്ട് കൈകൾ എഴുതി വെച്ച കാര്യങ്ങളാണ്. അയാൾ മരിച്ചു മണ്ണോടടിഞ്ഞാലും എഴുതി വെച്ചത് നഷ്ടപ്പെടുന്നില്ല, കമന്റ് ചെയ്തത് നഷ്ടപ്പെടുന്നില്ല, ഷെയർ ചെയ്തത് നഷ്ടപ്പെടുന്നില്ല. അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക്, നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ മണ്ണിനോട് നുരുമ്പി പോവുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് എത്ര എഴുത്തുകാര് ലോകത്ത് കഴിഞ്ഞു. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനല്ലേ, ആ മഹാത്മാവിന്റെ ഒരു ഗ്രന്ഥമെങ്കിലും ഓതാതെ ഒരു പണ്ഡിതനാകുമോ? എത്രയാണ് അവിടെ എഴുതി കൂട്ടിയത്? 42 വയസ്സ്, അതല്ലെങ്കിൽ 45 വയസ്സ് ലോകത്ത് ജീവിച്ച ഇമാം നവവി റളിയല്ലാഹു അൻഹു, കേവലം 50 വയസ്സ് ജീവിച്ച ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്ത് എഴുതി വെച്ചതിന്റെ കഥകൾ എത്രയാണ്, നന്മകൾ ആസ്വദിക്കുന്ന ലോകങ്ങളുടെ എണ്ണങ്ങൾ എത്രയാണ്. അവരൊക്കെ എത്ര അഭിമാനത്തോടുകൂടെയാണ് ഇന്നും ആഖിറമാകുന്ന ലോകത്ത് ജീവിക്കുന്നത്. പരിശുദ്ധ ദീൻ നമ്മളോട് പറഞ്ഞു, എഴുതുന്നവരൊക്കെ കുറച്ചു കഴിയുമ്പോ മരിച്ചൊടുങ്ങും. അവരെഴുതിയത് ഇവിടെ ഇങ്ങനെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് يسرك في القيامة أن تراه. 45 വയസ്സ് ജീവിച്ച ഇമാമുൻ നവവി തങ്ങളെ അല്ലാഹു തആല കൊണ്ടുവന്ന് നാളെ റബ്ബിന്റെ ചോദ്യമാണ്, നിങ്ങളെ ആയുസ്, നിങ്ങളെ കഴിവുകള്, നിങ്ങളെ സംവിധാനങ്ങള് ഏത് രൂപത്തിലേക്കാ നിങ്ങൾ മാറ്റിവെച്ചത്? ഇമാമുൻ നവവി തങ്ങൾക്ക് ഒരൊറ്റ ആക്ഷൻ കൊടുത്താൽ മതി. ആ കാണുന്ന കിതാബുകളുടെ കെട്ടുകൾ മുഴുവനും എന്റെ ആയുസ് കൊണ്ട് ഞാൻ എഴുതി തീർത്തതാണ്. ആ കിതാബുകൾ പഠിച്ചിട്ടാണ് പാരാവാരം പോലെയുള്ള അലിമീങ്ങൾ ലോകത്ത് നിറഞ്ഞു നിന്നതെന്ന് ഇമാമുൻ നവവി തങ്ങൾക്ക് മറുപടി പറയാമെങ്കിൽ പരിശുദ്ധ ദീന് നമ്മളോട് പറയാൻ, അല്ലാഹു നിനക്ക് തന്ന കൈകൾ കൊണ്ട് നീ എഴുതി വെക്കണ്ട, നീ SMS അയക്കണ്ട, നീ കമന്റ് അടിക്കണ്ട, നീ ഷെയർ ചെയ്യണ്ട. അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അഭിമാന
മാനത്തോടെ കണ്ട് സന്തോഷിക്കാൻ വകുപ്പുള്ളതല്ലാതെ നീ എഴുതണ്ട, അതിന്റെ പിറകെ പോകണ്ട എന്ന് പരിശുദ്ധ ദീൻ നമ്മളോട് നടത്തിയ ഉപദേശമാണ്. അള്ളാഹു സാധുക്കളായ നമ്മളെ മുഴുവനും നന്നാക്കി തരട്ടെ. വിശാലമായ ലോകമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏർപ്പെടുന്ന മേഖല മുഴുവനും ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു സാധുക്കളായ നമ്മളെ അനുഗ്രഹിച്ചു തരട്ടെ.